രോഗികൾ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചതിൽ ആരോഗ്യമന്ത്രിയെ അഭിനന്ദിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. രോഗികളെ കട്ടിലിന്റെ അടിയിൽ തള്ളുന്നതും വരാന്തിയിൽ തള്ളുന്നതും പൊറുക്കാനാവാത്ത തെറ്റാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ വേണമെങ്കിൽ പുലയനാർ കോട്ടയിലേക്ക് മാറ്റാമെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇന്നലെയാണ് ഈ പുലയനാർ കോട്ടയിലെ കെട്ടിടം തുറന്നു കൊടുത്തത്. അവിടെ ആരോഗ്യമന്ത്രി സന്ദർശിക്കുകയും ചെയ്തിരുന്നപ്പോൾ അവിടേക്ക് കൂടുതൽ കട്ടിലുകൾ നൽകിയിരിക്കുന്നപ്പോൾ രോഗികളെ തറയിൽ കിടത്തുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ അധികാരത്തിലേറ്റ സമയത്ത് തന്നെ ഇങ്ങനെ ആരോഗ്യമന്ത്രി അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ എന്താണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്? സ്മൃതി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയിൽ കിടക്കുന്ന രോഗികൾക്ക് ആശ്വാസമായാണ് അവിടെ നിന്ന് പുലയനാർ കോട്ടയിലേക്ക് രോഗികളെ മാറ്റിയത്. ഇന്നലെയാണ് ഈ ജനറൽ മെഡിസിനിൽ നിന്ന് രോഗികളെ പുലയനാർ കോട്ട ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് യൂറോളജി വിഭാഗം മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വളരെ നന്മ നിറഞ്ഞ തീരുമാനമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റേതെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രധാനമായി പറയുന്നത്. ഈ മാരകമായ അസുഖങ്ങൾ ഒപ്പം വലിയ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരെ ഈ കട്ടിലിനടിയിൽ തള്ളുന്നതും വരാന്തയിൽ തള്ളുന്നതും പൊറുക്കാനാവാത്ത തെറ്റാണ് എന്നതാണ് ഹാരിസ് ചിറക്കൽ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതും വളരെ അഭിനന്ദനാർഹ്യമാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് സ്ഥലപരിമിതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ജനറൽ മെഡിസിന് പുറമെ മറ്റ് വാർഡുകളിലെ രോഗികളെയും അങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയുന്നതാണ് എന്നതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്ന കാര്യം. ഒപ്പം മെഡിക്കൽ കോളേജുകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിന് കൂടുതൽ ഊന്നൽ നൽകാനുള്ള തീരുമാനം കൂടി എടുക്കണം. പ്രത്യേകിച്ച് കാർഡിയോളജി, യൂറോളജി, നെഫ്രോളജി ഉൾപ്പെടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ മാത്രമല്ല ഈ മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ കുറിപ്പിൽ പങ്കുവയ്ക്കുന്നത് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും ചുവപ്പ് നാടയിൽ കുടുങ്ങരുത്, വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളണം എന്നതാണ് പ്രധാനമായും അദ്ദേഹം അവസാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചതും ഇക്കാര്യത്തിലായിരുന്നു. കാരണം ആരോഗ്യവകുപ്പിൽ ഒരു തീരുമാനം ഉണ്ടാവാൻ വലിയ കാലതാമസമുണ്ട്. ഏതെങ്കിലും ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും അത് ഈ ഫയലുകളിലും മറ്റ് ഓഫീസുകളിലെ നൂലാമാലകളിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തീരുമാനങ്ങളൊന്നും തന്നെ ചുവപ്പ് നാടയിൽ കുടുങ്ങാതെ എത്രയും വേഗം അതിന് പരിഹാരം കാണണം, തീരുമാനം കാണണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എടുത്ത തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.